കാര്യം തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. അപ്പം നമ്മുടെ ഇടപെടലാണ് ആ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവനെ തിരിച്ചു കൊണ്ടുവരിക. നമ്മുടെ വീട്ടിലൊക്കെ കൊച്ചുമക്കൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരെയും കൂട്ടിയിരുത്തിയിട്ട് നമ്മൾ ചെറിയൊരു സമയം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ശ്വാസനാളവും അന്നനാളവുമാണുള്ളത്. ഭക്ഷണം ശരിക്കും ഇറങ്ങിപ്പോകേണ്ടത് അന്നനാളത്തിലൂടെയാണ്. അന്നനാളത്തിലൂടെ ഇറങ്ങിപ്പോകേണ്ട ഭക്ഷണം ശ്വാസനാളത്തിലൂടെ വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ടും മുതിർന്ന ആളുകൾക്കൊക്കെ അന്നനാളത്തിലേക്ക് പോകേണ്ട ഭക്ഷണം ശ്വാസനാളത്തിൽ വന്ന് അടഞ്ഞു കിടക്കും. അപ്പം നമുക്ക് ശ്വാസം എടുക്കാൻ കഴിയില്ല. ശ്വാസം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉറപ്പാണ് എന്ത്? മരണം. അപ്പം നമ്മുടെ വീട്ടിലും ഉണ്ടാവും കൊച്ചു കുട്ടികൾ, അവരെന്തെങ്കിലും എടുത്ത് വായയിലൊക്കെ ഇടും. അപ്പം നമ്മുടെ ഒരു കൊച്ചിന് കുട്ടി എന്തെങ്കിലും എടുത്ത് വായ ഇട്ടു, അതിന് നമ്മോട് പറഞ്ഞു തരാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ കാണുകയാണ് ആ കുട്ടി ശ്വാസം എടുക്കാൻ കഴിയാണ്ട് പ്രയാസപ്പെടുന്നത്. അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നാണ്. ഇതൊരു കൊച്ചു കുട്ടിയുടെ മാനിക്കിനാന്ന് വിചാരിച്ചോ, ഇതൊരു മുതിർന്ന ആളുടേതാണ്, ഇതൊരു കൊച്ചു കുട്ടിയാണെന്ന് വിചാരിച്ചോ തൽക്കാലം. അപ്പോൾ ഈ കൊച്ചു കുട്ടിയുടെ തൊണ്ടയിൽ എന്തോ കുടുങ്ങി, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ കുടുങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടി എന്തോ എടുത്ത് വായയിലിട്ട് തൊണ്ടയിൽ കുടുങ്ങിയതാണ്. ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ മക്കൾ അങ്ങനെ കളിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത്, ആ കുട്ടിയെ നമ്മൾ ഈ ഒരു ഇടത്തെ കയ്യിൽ ഈ ഒരു 2 വിരൽ ഉപയോഗിച്ചിട്ട് വായ തുറന്ന് പിടിക്കുക. മൂക്കടയാണ്ട് വായ തുറന്ന് പിടിച്ചിട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ചു വെക്കുക. ചരിച്ചു വെച്ചിട്ട് നമ്മുടെ ഈ കൈയുടെ ഹീല് കൊണ്ട് 2 ഷോൾഡർ ബ്ലേഡ് ഉണ്ടാവില്ല ഇവിടെ പൊങ്ങിക്കിടക്കുന്ന ഭാഗം, അതിന് നടുക്കായിട്ട് കൈയുടെ ഹീല് കൊണ്ട് ഒരു 5 തവണ സ്ലാപ്പ് ചെയ്യാം. റെഡി? നമ്മുടെ ഈ തൊണ്ടയിൽ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒരു സിമ്പിൾ രൂപമാണ് നമ്മൾ തരിപ്പ് പോവാന്ന് പറയുന്നത്. തരിപ്പ് പോയാൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക? തലയ്ക്ക് അടിക്കുകയാണ് ചെയ്യുക. അത് തെറ്റാണ്. പക്ഷേ എന്തോ നമ്മുടെ ഒരു കീഴ്വഴക്കാണ്, വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു വന്ന വഴിയാണ്. നമ്മൾ പെട്ടെന്ന് ചുമയ്ക്കുമ്പോൾ പെട്ടെന്ന് അടി കിട്ടും തലയ്ക്ക്. എനിക്കൊക്കെ കുറേ കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളും കൊടുത്തിട്ടുണ്ടാകും കുറേയൊക്കെ. റെഡി? അങ്ങനെ 5 തവണ സ്ലാപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ കൈയിലേക്ക് മാറ്റി കിടത്തിയിട്ട് നമ്മൾ നോക്കുക, ആ കുടുങ്ങിയ സാധനം പുറത്ത് തെറിച്ച് പോയിട്ടുണ്ടോ, കുട്ടി ഓക്കെ ആയോ? ഇല്ല, ഓക്കെ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കൈയിലേക്ക് മാറ്റി കിടത്തിയിട്ട് ഈ 2 വിരൽ കൊണ്ട് വയറിൽ ഈ പൊക്കിളിന് മുകളിലായിട്ട് ശക്തിയായി പുഷ് ചെയ്ത് പുറത്തേക്ക് തള്ളുക. അതിനെ നമ്മൾ അബ്ഡോമിനൽ ത്രസ്റ്റ് എന്നാണ് വിളിക്കുക. നമ്മൾ എത്രയും പെട്ടെന്ന് കുട്ടിയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുക. ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് വണ്ടിയിൽ വെച്ചും ഇത് ചെയ്യാവുന്നതാണ്. വീണ്ടും പോയിട്ടില്ലെങ്കിൽ വീണ്ടും ഈ കൈയിലേക്ക് മാറ്റി കിടത്തുക, നേരത്തെ പറഞ്ഞ പോലെ കിടത്തുക, 5 തവണ റെസ്റ്റ് കൊടുക്കുക, വീണ്ടും ഈ കൈയിലേക്ക് മാറ്റി കിടത്തുക, 5 തവണ സ്ലാപ്പ് കൊടുക്കുക, ഈ കൈയിലേക്ക് മാറ്റി കിടത്തുക, റെസ്റ്റ് കൊടുക്കുക. റെഡി? നമ്മളൊരു ഡോക്ടറുടെ അടുത്തെത്തുന്നത് വരെയോ അല്ലെങ്കിൽ ആ തൊണ്ടയിൽ കുടുങ്ങിയ സാധനം തെറിച്ച് പോകുന്നത് വരെയോ നമ്മൾ ഈ പ്രവർത്തനം തുടരുക. നമ്മുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ടായിരിക്കും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുക. വീട്ടിലൊക്കെ, എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലൊക്കെ മക്കളുള്ളതാണ്. എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യേണ്ടതാണ്. നിങ്ങളെയും വിലപ്പെട്ട സമയമാണ്, ഞങ്ങളുടെയും വിലപ്പെട്ട സമയമാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു കൗണ്ടർ ഇവിടെ ഇട്ടിട്ട് ഇത് പറഞ്ഞു തരുന്നത് ഇങ്ങനൊരു അപകടം നമ്മുടെ ചുറ്റുപാട് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്.